നമസ്കാരം. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തിലെ വളരെ പ്രശസ്തമായ PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമയായ അബ്ദുൾ അസീസ് താഹയുടെ മൃതദേഹം കോളേജിനുള്ളിലെ കെട്ടിടത്തിൽ കണ്ടെത്തിയത്. കടബാധ്യതയെ തുടർന്ന് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഒരു കാലത്ത് കൂണുകൾ പോലെ മുളച്ചുപൊന്തിയ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ന് നിലനിൽപ്പിനായി പൊരുതുകയാണ്. കേരളത്തിൽ 175 എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. അതിൽ 145 സ്വാശ്രയ മേഖലയിലാണുള്ളത്. ഇവയിൽ 30 കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. കയ്യും കണക്കുമില്ലാതെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒരു കാലത്ത് ധാരാളമായി അനുവദിക്കപ്പെട്ടിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിന് ഇപ്പോൾ പണ്ടത്തെ പോലെ ആകർഷണീയത കുറഞ്ഞിരിക്കുകയാണ്. ഇതോടെയാണ് സ്വാശ്രയ കോളേജുകൾ പ്രതിസന്ധിയിലായി തുടങ്ങിയത്. അതുമാത്രമല്ല, കാലത്തിനനുസരിച്ച് കോഴ്സുകൾ പരിഷ്കരിക്കപ്പെടാത്തതും മറ്റൊരു പ്രതിസന്ധി ഉണ്ടാക്കി. കോളേജുകളുടെ നടത്തിപ്പിന് AICTEയുടെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും ഇപ്പോൾ സർക്കാരിന് കഴിയുന്നില്ല. വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലിയെടുക്കുന്നവരാണ് മിക്കവാറും അധ്യാപകർ. ഇനിയാണ് ഏറ്റവും വിശേഷപ്പെട്ട മറ്റൊരു വിഷയം ഉയരുന്നത്. അതായത് വിദേശത്ത് പഠനത്തിനായി വിദ്യാർത്ഥികളുടെ ഒഴുക്ക് എന്നത്. ഇതാണ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഭാവിയെ ആശങ്കയിലാഴ്ത്തുന്നത്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം 90 കുറഞ്ഞു. 50% അഡ്മിഷനും 50% വിജയവും ഇല്ലാത്ത കോഴ്സുകൾക്ക് അംഗീകാരം നൽകേണ്ടതില്ല എന്ന സാങ്കേതിക സർവകലാശാലയുടെ നിബന്ധന കാരണം കൂടുതൽ കോളേജുകൾ അടച്ചിടേണ്ടി വരുമെന്ന അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. +2 കഴിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് വലിയ തോതിൽ ബാധിച്ചത് സ്വാശ്രയ കോളേജുകളെയാണ്. പല കോളേജുകളിലും 50%-നടുത്ത് മാത്രമേ വിദ്യാർത്ഥികൾ ഇപ്പോഴുള്ളൂ. ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ എന്നിങ്ങനെയുള്ള പരമ്പരാഗത എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾ കുറയുകയാണ്. കേരളം എന്നത് മുഖ്യമായും ഉപഭോക്തൃ സംസ്ഥാനമായതും ഉൽപാദന മേഖലയിലുള്ള കമ്പനികളുടെ എണ്ണം കുറവായതും വിദ്യാർത്ഥികളെ കേരളം വിട്ട് പുറത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസ്, നിർമ്മിത ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കാണ് കുറച്ചെങ്കിലും വിദ്യാർത്ഥികൾ ഇപ്പോഴുള്ളത്. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 200-ന് മുകളിൽ ജീവനക്കാർ ഓരോ കോളേജുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് അവരുടെയും നിലനിൽപ്പിനെ ബാധിച്ചു കഴിഞ്ഞു. 33ഓളം കോളേജുകൾ സമീപകാലത്ത് അടച്ചുപൂട്ടിയിരുന്നു. കുറെ കോളേജുകൾ പോളിടെക്നിക്കുകളായി പരിവർത്തനവും നടത്തി. നിരവധി കോളേജുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പഠിക്കാൻ കുട്ടികളില്ലാത്തതും ചിലവുകൾ കൂടിയതും നടത്തിപ്പിനെ ബാധിച്ചു കഴിഞ്ഞു. സ്വാശ്രയ മാനേജ്മെന്റിന്റെ കണക്ക് പ്രകാരം പഠിക്കുവാൻ കുട്ടികളില്ലാതെ 22,000-ഓളം സീറ്റുകൾ കാലിയാണ് എന്നാണ്. മികച്ച പ്ലേസ്മെന്റുകൾ നൽകുന്ന കോളേജുകളിലാണ് കുറച്ചെങ്കിലും കുട്ടികൾ ഇപ്പോഴുള്ളത്. 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞിട്ടും എൻട്രൻസ് എഴുതാത്തവരെ പ്രവേശിപ്പിച്ചിട്ടും കാര്യമായ ഫലം ഉണ്ടായിട്ടില്ല. ഇതിനോടൊപ്പം ദേശീയ NAC NBA അക്രഡിറ്റേഷനുള്ള 13 കോളേജുകൾ സ്വയംഭരണ കോളേജുകളായിട്ടുണ്ട്. ഇവിടെയെല്ലാം പരീക്ഷാ നടത്തിപ്പും ഫലപ്രഖ്യാപനവും അവർ തന്നെ ചെയ്യുകയാണ്. 40 മുതൽ 45 കോടി വരെ മുടക്കിയാണ് സ്വാശ്രയ കോളേജുകളൊക്കെ തുടങ്ങിയത്. ഇവിടെയെല്ലാം AICTE മാനദണ്ഡ പ്രകാരമുള്ള കനത്ത ശമ്പളം അധ്യാപകർക്ക് ലഭിക്കുന്നുമില്ല. മാനേജ്മെന്റ് സീറ്റുകളിൽ 99,000 രൂപ ഫീസും 25,000 സ്പെഷ്യൽ ഫീസും 1.5 ലക്ഷം നിക്ഷേപമായും ഈടാക്കാമെന്നാണ് കണക്കെങ്കിലും പഠിക്കുവാൻ കുട്ടികളില്ലാതായതോടെ സ്കോളർഷിപ്പും ഫീസ് ഇളവും നൽകി കുട്ടികളെ ആകർഷിക്കുവാനുള്ള ശ്രമമാണ് കോളേജുകൾ ഇപ്പോൾ നടത്തിവരുന്നത്. AICTEയുടെ അംഗീകാരം നിലനിർത്തുവാനും നിരവധി കടമ്പകൾ കോളേജുകൾ കടക്കേണ്ടതുണ്ട്. AICTE നിർദ്ദേശപ്രകാരമുള്ള ലാംഗ്വേജ് ലാബ് അടക്കമുള്ള സൗകര്യം, ഒരു ബാച്ചിൽ 14 അധ്യാപകർ, ലാബുകളിൽ സാങ്കേതിക ജീവനക്കാർ എന്നിവയൊക്കെ വേണം. ഈ വർഷത്തെ കണക്കു പ്രകാരം 35,923 കുട്ടികളാണ് സ്വാശ്രയ കോളേജുകളിൽ പ്രവേശനം നേടിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം 25 കോളേജുകളിൽ 1,260 സീറ്റ് പുതുതായി ഇക്കൊല്ലം അനുവദിച്ചിരുന്നു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയെമ്പാടും അനുഭവിക്കുകയാണ്. ഇന്ത്യയിലെ മൊത്തം കണക്ക് നോക്കിയാൽ 14.90 ലക്ഷം എഞ്ചിനീയറിംഗ് സീറ്റുകളുണ്ട്. ഇതിൽ 40% തമിഴ്നാട്, തെലുങ്കാന സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിൽ 56,407 സീറ്റുകളുണ്ട്. പക്ഷേ അഡ്മിഷൻ നേടിയത് 35,923 പേരാണ്. അത്യാധുനിക കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകൾ പഠിക്കുവാൻ അനുവദിക്കുന്ന സീറ്റുകൾ വളരെ കുറവാണ്. കാലത്തിനനുസരിച്ചുള്ള ആധുനിക മേഖലകളായ ബഹിരാകാശ ശാസ്ത്രം, ഓട്ടോമൊബൈൽ ഡിസൈൻ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്
എന്നിവയിലെ പുതിയ കോഴ്സുകളൊക്കെ ഇപ്പോൾ കുറവാണ്. ഇപ്പോഴും പഴയ തരത്തിലുള്ള കോഴ്സുകൾ മുറുകെ പിടിക്കുന്നത് ഈ പ്രതിസന്ധിയുടെ മുഖ്യ കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ വളരെയധികം അനിവാര്യമായ ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ചാനൽ ഫോളോ ചെയ്യുക, കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുതേ.